ഹലോ, ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ പുട്ടും പഴം പുഴുങ്ങിയതാണ് കേട്ടോ. പുട്ട് രാവിലെ അരി പൊടിച്ചിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. വൈകുന്നേരം പുഴുങ്ങലരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ഒന്ന് പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കിയത്. മോര് കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ മോര് കറി വെച്ച്. അന്നേരം ഇന്ന് കറിയൊന്നും വെച്ചിട്ടില്ല, മോര് കറി ഉള്ളതുകൊണ്ട്. ഞാൻ രാവിലെ ചായയുടെ കഴിഞ്ഞിട്ട് ഷോർട്സ് വീഡിയോസ് എടുത്തു കഴിഞ്ഞപ്പോൾ അത് അവിടെ കണ്ടോ, രണ്ടാൾക്കാർ അടി കൂടുന്നുള്ള മഞ്ചാടി ഫുള്ള് കോലായിൽ കുടഞ്ഞിട്ടിട്ട് ഭയങ്കര അടിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞൊരു 11 മണിയായപ്പോൾ ഞങ്ങളിത് ആ പഴുത്തൊരു കഷ്ണം കപ്പളങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ ചെത്തി തിന്ന്. അത്തേക്ക് നല്ല വെയിലിനും ചൂടായിട്ടോ. ഇത് ഇന്നലെ വൈകുന്നേരം വീടിനടുത്ത് ചേച്ചി തന്നാണ് കേട്ടോ. അന്നേരം അത് ഇന്നലെ വൈകുന്നേരം ഞങ്ങളൊരു കഷ്ണം തിന്ന്. ചേച്ചി എന്ന് പറയുന്നത് അമ്മേൻ്റെ ചേച്ചീൻ്റെ മോളാണ് കേട്ടോ. അന്നേരം അത് തിന്നൊരു കഷ്ണം, അന്നേരം ഒരു കഷ്ണം എന്തൊക്കെയാണ് അവിടെ എടുത്ത് വെച്ചു. വൈകുന്നേരം അല്ല, അന്നേരം നാളെ തിന്നാലോ എന്നിട്ട് അത് എടുത്ത് വെച്ച്. അന്നേരം അതൊരു 12 മണിയായപ്പോൾ വെട്ടി തിന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ചക്കരേൻ്റെ പാൻ്റ് കീറി തുടങ്ങിയിട്ടുണ്ട്. അന്നേരം അവൾക്ക് 2 പാൻ്റ് അടിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് പഴയ നെയ്റ്റിയില്ലേ, നമ്മളെ കേടുപാടുകളൊക്കെ ചെറുതായിട്ട് സംഭവിച്ച നെയ്റ്റുകൾ എടുത്തിട്ട് 2 എടുത്തിട്ട് അടിച്ചു കൊടുക്കാൻ വിചാരിച്ചാണ് കേട്ടോ. പൊന്നൂസ് ഇങ്ങനത്തെ പെയിൻറ്റുകൾ തന്നെയാണ് ഇട്ടിടുക. നെയ്റ്റിൻ്റെ പെയിൻറ്റുകൾ നമുക്ക് എൻ്റെ നെയ്റ്റാണ് കേട്ടോ. പിന്നെ ഒരുപാട് കേടുപാട് സംഭവിച്ചു. ഞാൻ ഒരുവിധം പഴയതായാലാണ് ഉപേക്ഷിക്കുള്ളൂ. അമ്മേൻ്റെ നെയ്റ്റിയൊക്കെ തന്നെ അമ്മയ്ക്ക് 1 മാസം 2 മാസമൊക്കെ കേട്ടോ ഒരു നെയ്റ്റ് ഉപയോഗിക്കുള്ളൂ. പിന്നെ അമ്മ അത് മാറ്റും. അമ്മേൻ്റെ നെയ്റ്റ് അധികം ഞാൻ പൊന്നൂസിന് പെയിൻ്റ് അടിച്ച് കൊടുക്കലാണ് കേട്ടോ. ഒരു കുശുമ്പത്തി കാണിക്കുന്ന പരിപാടി ഉണ്ടോ, വെറൂ കുരുത്തക്കിടണുണ്ട്. ആ നെയ്റ്റിൻ്റെ മുകളിൽ കാലെടുത്ത് വെക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ കത്രിക എടുത്തിട്ട് പോയിട്ടും അതിനൊരു പേടിയില്ല കേട്ടോ. ഞാൻ കത്രിക എടുത്തിട്ട് കാല് മുറിക്കുന്നു പറഞ്ഞിട്ടും അവൾക്കൊരു കുലുക്കില്ല. പറഞ്ഞാൽ കേൾക്കാണ്ട് കളിക്കാം കേട്ടോ. ചക്കരേൻ്റെ ആണെന്ന് പറയുമ്പോൾ ഒന്നും കൂടെ കുറച്ച് കുരുത്തക്കെട് കൂടുതലാണ്. അന്നേരം ഞാനൊരു നീളത്തിനാണ് കേട്ടോ സുമാർ പെയിൻറ്റ് വെച്ചത്. അന്നേരം ഒരെണ്ണം ഇന്ന് അടിച്ചിട്ടുള്ളൂ, ഒരെണ്ണം നാളെ അടിക്കാമെന്ന് വെച്ചാൽ അവിടെ വെച്ച് മണ്ടി പിടിച്ച്. അപ്പോഴത്തേക്കും വെയിലൊക്കെ നല്ല ചൂടായിട്ടോ. ചൂട് എന്ന് പറഞ്ഞാൽ നല്ല അപാര ചൂടാണ്. അന്നേരം ഇതുപോലത്തെ നെയ്റ്റി അടിക്കലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനത്തെ നെയ്റ്റി അടിക്കാൻ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. നെയ്റ്റീൻ്റെ മുകളിൽ ഇങ്ങനത്തെ പാൻ്റ് അടിക്കാൻ നമുക്ക് വലിയ ആൾക്കാർക്കും അടിക്കാം കേട്ടോ. അത്യാവശ്യം നീളമുള്ള നെയ്റ്റി ആണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പളാസ പോലത്തെ പാൻ്റ് അടിക്കാം, നല്ല വലിപ്പത്തിൽ കിട്ടും. തിരിച്ച് മോൾ ഭാഗം വയറൊക്കെ അത്യാവശ്യം വണ്ണുള്ള ആൾക്കാരാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് തിരിച്ച് വെച്ചാൽ മതി. താഴ്ഭാഗം വീതി കൂടുതലല്ലേ, മോൾ ഭാഗം നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ വീതി കുറയും. അതിന് തിരിച്ച് ഓപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ ഭാഗം നമുക്ക് വീതിയിൽ കിട്ടും. നമുക്ക് അടിഭാഗം നെയ്റ്റിൻ്റെ വീതി കൂടുതലല്ലേ, അതിന് മോൾ ഭാഗത്തേക്ക് വീതി കൂടുതൽ കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ഈ ചൂടിനൊക്കെ വീട്ടിലിടാനൊക്കെ നല്ലതാണ്. കോട്ടൻ്റെ പെയിൻ്റ് അടിച്ചാൽ നല്ല വൃത്തിയുള്ള നെയ്റ്റിയൊക്കെ ആണെങ്കിലും ചില നെയ്റ്റികൾ, എൻ്റെ ഈ നെയ്റ്റിയൊക്കെ വെറും കോട്ടനാണ് കേട്ടോ. അതുകൊണ്ട് വേഗം കീറിപ്പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതായത് ചക്കരൻ്റെ പെയിൻറ്റ് വേഗം കീറും. അന്നേരം അധിക ദിവസമൊന്നും അവക്കിടൽ നടക്കില്ല. പൊന്നൂസിനാണെങ്കിൽ കുറേ കാലം ഇരിക്കും കേട്ടോ. ചക്കരക്ക് ഇരിക്കുമെന്നറിയില്ല. ചക്കരേൻ്റെ സർക്കസ് കളിയും കൊണ്ടാണ് കേട്ടോ. കുഞ്ഞാപ്പൂ അവളുമായിട്ടുള്ള സർക്കസ് കളിയും കൊണ്ടാണ് അവളെ പേൻ്റൊക്കെ വേഗം കീറിപ്പോകുന്നത്. അത് തൽക്കാലത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഇങ്ങനത്തെയൊക്കെ മതി. ഇനിയിപ്പോൾ മഴയാകുമ്പോൾ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു മേടിച്ചാൽ മഴയാകുമ്പോഴത്തേക്കും വീണ്ടും എല്ലാം കീറി തുടങ്ങും. മഴയാകുമ്പോൾ അടുപ്പിച്ച് മേടിച്ചാൽ അതങ്ങ് ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട്. എല്ലാ കൊല്ലവും മഴയാകുമ്പോഴാണ് വീട്ടിലിടാൻ എല്ലാവർക്കും അധികം മേടിക്കുന്നത്. ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട്. എൻ്റെ മെഷീനാണ് ഈ കംപ്ലൈൻ്റ് ആണ്. ഓയിലിടാത്തതുകൊണ്ടാണ്. ഓയിൽ മേടിക്കാൻ ടൗണിൽ പോകുമ്പോൾ ഒക്കെ മറന്നു പോകും. അന്നേരം ഓയിലിടാത്തതുകൊണ്ട് മെഷീൻ ഒരു സ്പീഡ് കുറവുണ്ട്. അതിൻ്റെ എന്താ അറിയില്ല, അതിൻ്റെ സൈഡ് വള്ളി ഇങ്ങനെ ലൂസായി വരുന്നുണ്ട്. എത്ര ടൈറ്റാക്കിയിട്ട് നിൽക്കുന്നില്ല. അന്നേരം കുറച്ച് നേരം അതിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ഒരു പാൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചൂട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അന്നേരം ഇവിടെ ഒരാളെ കോലം കാണിച്ചു തരാം. നെയ്റ്റിൻ്റെ ബാലൻസും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുണ്ടോ, നെയ്റ്റിൻ്റെ മുകൾ ഭാഗം ഇട്ടിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടോ, പിച്ചക്കാരത്തിനെ പോലെ. നല്ല രസമല്ലേ കുഞ്ഞാപ്പൂനെ കാണാൻ. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ചൂട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഭയങ്കര ചൂടാണെന്ന്. അന്നേരം ഞങ്ങളെന്താക്കി, ബക്കറ്റിൽ വെള്ളമെല്ലാം എടുത്തോടൊന്ന് ഷീറ്റിൽ കൂടെ കുറേ ഒഴിച്ച്. ഇത് നമ്മൾ എയർ നിറച്ചിട്ട് സ്പ്രേ ചെയ്യില്ലേ, വണ്ടിയൊക്കെ കഴുകാനും പൂച്ചെടിക്കൊക്കെ മരുന്നടിക്കാനൊക്കെ കൊണ്ടുവച്ചാണ് കേട്ടോ. അതിൽ ചക്കരയാണ് എന്നും ചെയ്യൽ. ഇന്നിപ്പോൾ ചക്കരക്ക് ദേഷ്യം പിടിച്ച് മൂടൊക്കെ പോയിരിക്കുക. അന്നേരം ഞാനും പൊന്നൂസും കൂടെ അത് കുറേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ കുറേ സമാധാനം ഉണ്ടായിരുന്നു. കുഞ്ഞാപ്പൂവിൻ്റെ വണ്ടി ഉണ്ട് കേട്ടോ. അതിൽ കുറേ ഒരു കവറിൽ കണ്ടോ, എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ തൂക്കി വെച്ചിട്ട് തലപ്പുഴ പോകുക, മാണ്ടിരി പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ലാസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ചെരുപ്പ് അടക്കമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടുവെച്ചിട്ട്. അതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പൂവിനെ സ്പ്രേ ചെയ്യുന്ന സാധനം കൊടുക്കാനായിട്ട് ദേഷ്യം പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. പൊന്നു ഇട്ട പാൻ്റൊക്കെ നെയ്റ്റി പാൻ്റാണ് കേട്ടോ. അത് അമ്മേൻ്റെ നെയ്റ്റിയും കൊണ്ട് അടിച്ച പാൻ്റാണ് കേട്ടോ. കണ്ടാൽ അങ്ങനെ പെട്ടെന്ന് അറിയില്ല നെയ്റ്റീൻ്റെ പാൻ്റാണെന്ന്. പൊന്നൂസിൻ്റെ മേത്തൊക്കെ വെള്ളം വീണ്ടും പൊന്നൂസ് ഓടി. ചക്കര ദേഷ്യം പിടിച്ചിട്ട് അവിടെ എവിടെയോ പോയിരിക്കുന്നത്. ഇവിടെ എന്നും അടിയാണ് കേട്ടോ. സ്കൂളില്ലാണ്ടായതിന് ശേഷം അടിയില്ലാത്ത ദിവസം ഇവിടെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഡെയിലി 3 പേരും അടിയാണ്. ഇനിയിപ്പോൾ ഏറിപ്പോയാൽ 2 ആഴ്ച 3 ആഴ്ച ഉണ്ടാവും.
അതും കൂടെ കഴിഞ്ഞ് എഴുതുക പോകുകയെല്ലാം കഴിഞ്ഞ് മഴയുമായി സ്കൂളും തുറന്ന് എല്ലാവരും പോകും. ഞാനും കുഞ്ഞാപ്പും വീണ്ടും ഒറ്റയ്ക്കാവും. അത് ഈ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കുറേ സമാധാനം ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൽ മുന്നേ ഞങ്ങളിത് ഷാണിന് ഇവിടെ ഉള്ളപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യലുണ്ട്. ഞങ്ങൾ ഈ വെള്ളം ഏറ്റിക്കൊണ്ടുവരേണ്ട മടി കൊണ്ട് ഞങ്ങൾ ചെയ്യാൻ മടിച്ചിരിക്കുക. എന്നാലും ഇപ്പോൾ ചൂട് കാരണം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യാൻ കേട്ടോ. ഞങ്ങൾ ഒരു വട്ടം ചെയ്തിട്ടുള്ളൂ. ഡെയിലി ചക്കരയാണ് കേട്ടോ ചെയ്യല്. ഞാൻ വോയിസ് ഇരുന്ന് കേട്ടിട്ട് ഇവിടെ ഇരുന്ന് പിറുപിറുക്കുന്നുണ്ട്. അന്നേരം പിന്നെ ഇത് ഞാൻ പിന്നെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ ഇതുപോലെ പെരപ്പുറത്ത് വെള്ളം കോരി ഒഴിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ ചൂട് കാരണം ഓരോന്നും ചെയ്യുന്ന ആൾക്കാരെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മേത്തൊക്കെ പൈപ്പിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കവറിൽ ഓട്ട കുത്തിയിട്ട് അതിങ്ങനെ ഘടിപ്പിച്ച് അതിൻ്റെ ചോട്ടിൽ കിടക്കുക, ഫാനും ഫിറ്റാക്കിയിട്ട്. അത് വീഡിയോ അവിടെ എടുത്ത് തിരിഞ്ഞുപോയി. അന്നേരം അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ പുഴ സൈഡിലുള്ള വയനാട്ടിൽ പ്രത്യേകിച്ച് ഇത്രയും ചൂട് എന്ന് പറയുമ്പോൾ സിറ്റിയിലുള്ള ആൾക്കാരെ ചൂട് എന്തായിരിക്കും ഒന്നും പറയേണ്ട ദൈവം. എല്ലാവരും അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. അന്നേരം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. എന്നിങ്ങനെ പറയുന്നത് എന്താണെന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മളെ അവസ്ഥ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്കിപ്പോൾ ഒരു വർഷം ആവാനായി. അന്നേരം വാച്ചവറും ഒക്കെ കംപ്ലീറ്റ് ആക്കേണ്ട ഇതൊക്കെ ഉണ്ട്. അന്നേരം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നമ്മളെ വീഡിയോ കാണുക. ഇത് വെയിലിൻ്റെ ചൂടാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത്. ഇത്രയും ചോല ഉണ്ടായിട്ട് നമുക്ക് ചൂട് അപാരമാണെന്ന് കേട്ടോ. ആരിതാ ചക്കുവിൻ്റെ പാൻ്റാണ് കേട്ടത്. ചക്കുവിൻ്റെ അടി കൂടുന്ന വീഡിയോ ഒന്നും അതിലില്ല. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, നല്ല മോര് കഞ്ഞി പോലെ കഞ്ഞി ആക്കിയിട്ട് അതിൻ്റെ അകത്ത് മോരൊഴിച്ച് ലേശം ഉപ്പ് ഇട്ട് അച്ചാറും കൂട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് അധികം കഴിക്കുക പഴം കഞ്ഞിയിൽ കേട്ടോ. ഇപ്പോൾ കുഞ്ഞാപ്പൂവിന് നല്ല ഇഷ്ടപ്പെട്ടു. ഉച്ചക്ക് ചോറ് ഞാൻ അടി കൂടുന്നു കുഞ്ഞാപ്പൂ ഇന്ന് അങ്ങനെ കൊടുത്തോണ്ട് കുഞ്ഞാപ്പൂ ലേശം കഞ്ഞിയൊക്കെ കുടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ കുടിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചോറിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് മോര് ഒഴിച്ച് മോര് കറി ഒഴിച്ച് ഉപ്പിട്ട് അച്ചാറും കൂട്ടിയിട്ട് നല്ലൊരു പിടം പൊട്ടിച്ച് അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല രസമുണ്ട് അതിൻ്റെ വെള്ളം കുടിക്കാനുണ്ടോ. കുഞ്ഞാപ്പൂന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അന്നേരം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബായ്.